ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. പ്രശ്നപരിഹാരത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സലിം കയ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ അലംഭാവം കാണിക്കുന്നെന്ന് ആരോപിച്ചാണ് എസ്.എൻ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം കയ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവന് സംരക്ഷണം നൽകുക, അതുപോലെ തന്നെ തെരുവുനായ ശല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഹരിക്കേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ തന്നെ പെട്ടതാണ് ഈ തെരുവുനായ ശല്യം പരിഹരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1994 സെക്ഷൻ കേരള പഞ്ചായത്ത് 164 പ്രകാരം അതൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. അത് പ്രകാരം ഇവിടുത്തെ ജനങ്ങൾക്ക് തെരുവുനായ ശല്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരണം അതിലുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് ഏകദേശം 4ഓളം പേരെ തെരുവുനായ കടിച്ചിട്ടും അതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണകൂടമായി ഈ പഞ്ചായത്ത് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ.എ. സിറാജ് അധ്യക്ഷത വഹിച്ചു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് കോടതിയും സർക്കാരും നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പരാജയപ്പെട്ടതായി സലിം കയ്പമംഗലം ആരോപിച്ചു. ഇതിനകം 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതായും വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ജനങ്ങൾ സുരക്ഷാ ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് മണ്ഡലം നേതാക്കളും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.